അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ എടുത്തിട്ട് ഈ സാധനം വാങ്ങിച്ചിട്ടുള്ള ഇവിടെ നിന്നല്ല കേട്ടോ. നമ്മൾ തെങ്കാശി പോയ വഴിക്ക് തെങ്കാശി ചെങ്കോട്ട റൂട്ടിലൊക്കെ ഇതുപോലെ നൊങ്ക് റോഡിൽ നിന്ന് വിൽക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പം അതിൻ്റെ ഒരു റേറ്റും വിവരങ്ങളും കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തത് കേട്ടോ. അപ്പം ഇതിപ്പോൾ നമ്മൾ തെങ്കാശി എന്ന് പറഞ്ഞ ഉള്ളിലോട്ട് പോകുമ്പോഴൊരു വഴിയിലുള്ളൊരു നൊങ്ക് കച്ചവടക്കാരനാണ്. ചെങ്കോട്ട താണ്ടി പോകുന്ന ടൈമിൽ ഒരാൾ ബൈക്കിൽ നിൽക്കുന്നത് വാന്ന് കൂട്ടാറ് അன்னைக்கு. അപ്പോൾ ഇവിടെ ഇവർ എങ്ങനെ കൊടുക്കുന്ന വെച്ചാൽ ഇതുപോലെ ചെറിയൊരു ഓല എടുത്താൽ നൊങ്കിൻ്റെ പനയുള്ള ഓലയിലാണ് കേട്ടോ. അത് മടക്കി എടുത്തിട്ട് നമ്മുടെ കയ്യിൽ തരും. അതുപോലെ നൊങ്ക് 2 എണ്ണം മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തൊരു 3 ലെയർ പോലെ ഇരിക്കും. അതൊക്കെ കട്ട് ചെയ്ത് എടുത്ത് തരും. അതിപ്പം അതിൻ്റെ അകത്ത് നിന്നിട്ട് ഈ ഓലയിലോട്ട് ഇട്ട് തരും. എന്നിട്ട് ആ പനയിൽ നിന്ന് അപ്പോൾ ഈ പനയിൽ നിന്ന് എടുക്കുന്നൊരു കരിക്കുന്ന വെള്ളം പോലെ എന്തൊരു സംഭവം ഉണ്ട്. അപ്പോൾ അതവർ അവിടെ ഒരു കുടത്തിൽ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ നൊങ്ക് ഇട്ടതിന് ശേഷം 2 നൊങ്കുണ്ട്, നമുക്ക് 3 എണ്ണം തന്നു കേട്ടോ. ഈ നൊങ്ക് ഇട്ടതിന് ശേഷം അതിൽ നിന്ന് ഒരു ഗ്ലാസ്സോട് ഒഴിച്ച് ഈ ഓലയിൽ ഒഴിച്ച് തരും കേട്ടോ. അപ്പം ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇവർ പറഞ്ഞത് 50 രൂപ എന്നാണ്. 2 നൊങ്ക് വിട്ട് നമ്മൾ തരുമ്പോൾ 50 രൂപയാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ നിന്ന് മിക്കവാറും ഈ തെങ്കാശി കുറ്റാലം അങ്ങോട്ടൊക്കെ പോകുന്ന വഴിക്ക് ഒത്തിരി കടകളുണ്ട്. നമ്മുടെ ബോർഡർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ കടകളുണ്ട്. പലരും പല റേറ്റാണ് ഈ സംഭവത്തിന് പറയുന്നത്. കൂടുതലും കേരള ബോർഡർ കഴിഞ്ഞ് നമ്മൾ തമിഴ്നാട് ആര്യങ്കാവ് അങ്ങോട്ട് കഴിയുന്ന സ്ഥലത്താണ് ഇത് കൂടുതലും കാണുന്നത് കേട്ടോ. ഇപ്പം നൊങ്കിൻ്റെ സീസണാണെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും പുള്ളി നമുക്കിത് കുറേ എടുത്ത് വെട്ടി ഇങ്ങോട്ട് തരുന്നുണ്ട്. എത്ര രൂപയാണെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ വന്നപ്പം നമ്മളിവിടെ നിന്ന് റേറ്റ് ചോദിച്ചില്ല. അപ്പോൾ അവർ നൊങ്കൊന്നും കട്ട് ചെയ്തില്ല, വെള്ളം മാത്രം നമുക്ക് ഇതിൽ ഒഴിച്ച് തന്നു. അന്ന് അവർ നമ്മുടെ നിന്ന് 320 രൂപയാണ് വാങ്ങിച്ചത്. എന്ന് വെച്ചാൽ പുള്ളി നമ്മളോട് അളവൊന്നും പറയാതെ എടുത്താണ്. അങ്ങനെ നമുക്ക് അതിൽ അബദ്ധം പറ്റിയത്. നമ്മളോട് അന്ന് റേറ്റൊക്കെ ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അവരോട്. അപ്പോൾ ഈ ഒരു സംഭവത്തിന് 50 രൂപ പറഞ്ഞിട്ട് നമ്മൾ ഈ സൂര്യകാന്തിയൊക്കെ പൂത്തിക്കാൻ നമ്മുടെ സുന്ദരപാണ്ഡ്യ വരും ആ ഒരു സ്ഥലമൊക്കെ ഈ ഒരു റൂട്ടിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ നമ്മളെന്തായാലും ഇത് വാങ്ങിച്ചിട്ടുണ്ട്. പുള്ളി അതുപോലെ നമുക്കൊരു കുറേ നൊങ്ക് വെട്ടി തന്നായിരുന്നു കേട്ടോ. അതുപോലെ ഒരു നൊങ്ക് ഒരെണ്ണമായിട്ട് വാങ്ങിക്കാനായിട്ട് പുള്ളി നമ്മളോട് പറഞ്ഞത് ഒരു പീസിന് 10 രൂപയെന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ സിംഗിൾ വന്നവള് 10 രൂപ വന്നു അല്ല, ഇത് 10 രൂപ ഒരെണ്ണം. ഉടക്കാതെ വാങ്ങിയ 10 രൂപ. അപ്പോൾ എന്തായാലും നമ്മൾ ഇവിടുന്ന് പുള്ളി 10 രൂപ പറഞ്ഞു. എന്തായാലും എനിക്കൊന്നൊരു 7-8 നൊങ്ക് നമുക്ക് വെട്ടി തന്നിട്ടുണ്ട് കേട്ടോ. ഒരു 7-8 നൊങ്കോളം വെട്ടി തന്നു. അപ്പോൾ റേറ്റ് വെച്ചാൽ പുള്ളി പറഞ്ഞ് കുഴപ്പമില്ല, ചെറിയ റേറ്റേ ഉള്ളൂ, ഇതിൻ്റെ പുറകിൽ അവരുടെ സ്ഥലമുണ്ട്, നമ്മൾ കൂടിയ വിലയ്ക്കൊന്നല്ല വിൽക്കുന്നത് എന്നൊക്കെയാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അതുപോലെ നമ്മൾ ഇത് വാങ്ങിയിട്ടുണ്ട് സംഭവം എന്തായാലും. അപ്പോൾ അത് പിന്നെ വെട്ടി തരുന്നുണ്ട് കേട്ടോ. എന്തായാലും ഏകദേശം 8 എണ്ണം നമുക്ക് തന്നു കേട്ടോ. ഓരോ പീസായിട്ട് വെട്ടി ടേസ്റ്റ് ചെയ്യാൻ 2 എണ്ണം തന്നു. 8 എണ്ണമൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മളെന്തായാലും ഇവിടുന്ന് ഒരു 2 കൊലയായിട്ട് 2 നൊങ്ക് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഈ 2 കൊലയിൽ ഏകദേശം ഒരു 16 എണ്ണം 18 എണ്ണോളം വരും. 2 കൊല നമ്മളിവിടെ നിന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി പറഞ്ഞതിൻ്റെ ബാക്കിലത്തെ സ്ഥലം അവരുടെയാണെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് തന്നെ ഞാനിവിടെ ബാക്കിലോട്ട് പോകാനുണ്ട്. ബാക്കിൽ ഇതാണ്ട് ഈ നൊങ്ക് ഈ പനയിലാണ് ഈ നൊങ്ക് ഇതുപോലെ കാഴ്ച നിൽക്കുന്നത്. ഇവിടുന്ന് അകത്തോട്ട് പുള്ളിയുടെ സ്ഥലമാണെന്നാണ് പറഞ്ഞത്. ഇവരുടെ സ്വന്തം അതിനോട് വില കുറച്ച് കൊടുക്കുന്നതൊക്കെയാണ് പറഞ്ഞത്. റോഡിലോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ കുറച്ച് ഇത് റോഡല്ല, അകത്തോട്ടുള്ള വഴിയാണ് കേട്ടോ. പക്ഷേ നമ്മുടെ ഈ ചെങ്കോട്ട കുറ്റാലൊക്കെ പോകുന്ന റൂട്ടിൽ ഒത്തിരി ആൾക്കാരുണ്ട്. നിങ്ങൾ അവിടേക്ക് വരുമ്പോൾ ജസ്റ്റ് റേറ്റ് ചോദിച്ചിട്ട് മാത്രമേ ഈ സാധനം വാങ്ങിക്കുക. നമ്മൾ റേറ്റ് പറഞ്ഞില്ല, ഇവർ KL വണ്ടി കാണുമ്പോൾ നല്ല റേറ്റ് പറയും നമ്മളോട്. അവരതനുസരിച്ച് റേറ്റ് നമ്മുടെ വണ്ടിയുടെ നമ്പർ നോക്കിയിട്ട് റേറ്റ് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് അകത്തോട്ട് കുറേ പനകൾ ഇതുപോലെ നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മളിവിടുന്ന് ജസ്റ്റ് ഇതിന് പനയുടെ വീഡിയോ ഇത് നിൽക്കുന്ന ഒരു വീഡിയോ കാണിക്കാൻ വേണ്ടി എടുത്തതാണ് കേട്ടോ.